സാർ, അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പ് കണ്ടെത്തിയിരുന്നു എന്ന് പറയുന്നു. ഈ ആത്മഹത്യാക്കുറിപ്പിന് സമാനമായിട്ടുള്ള രീതിയിൽ അങ്ങനെ എന്തെങ്കിലും കണ്ടിരുന്നോ? അത് എന്റെ അറിവിലില്ല കേട്ടോ. ഇത് എന്റെ അറിവിലില്ല. അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് വേണ്ടിയുള്ള 5-6 പേപ്പർ മാത്രം ഉണ്ടായിരുന്നു. പേപ്പറിൽ എഴുതി വെച്ചിരുന്നു, അത്രയേ ഉള്ളൂ. അത് എന്റെ കയ്യിൽ കിട്ടി. ഞാനത് എടുത്തു, ലോക്കറിൽ വെച്ചു. എല്ലാം കഴിഞ്ഞു ലോക്കറിൽ വെച്ചു. പാരന്റ്സ് വന്ന്, അത് ഫാമിലി വന്നു കഴിഞ്ഞപ്പോൾ അതെടുത്തു കൊടുത്തു. ഒരക്ഷരം പോലും ഞാൻ വായിച്ചിട്ടില്ല. അത് തന്നെ SITയിൽ കൂടെ സറണ്ടറും ചെയ്തു. SITയിൽ സറണ്ടർ ചെയ്തു. ഒരക്ഷരം എന്റെ കയ്യിൽ ഏകദേശം 8 മണിക്കൂറോളം ഉണ്ടായിരുന്നു. രാത്രി 8 മണിക്കൂറുണ്ടായിരുന്നു. ഒരക്ഷരം പോലും വായിച്ചില്ല. അത് അങ്ങനത്തെ നെറുകേട് കാണിക്കാൻ പാടില്ല. അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് എഴുതി കൊടുത്തിരിക്കുന്ന സാധനം ഞാൻ വായിക്കേണ്ട കാര്യമില്ല. ഓക്കെ. താങ്കൾ പറഞ്ഞു കമ്പനിയുടെ ഇവിടെ ആദായനികുതി പരിശോധനയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല, അത് റുട്ടീനായിട്ട് നടക്കുന്നതാണ്. ED പരിശോധന നടന്നിട്ടില്ല, കമ്പനി സീറോ ഡെപ്റ്റ് ആണ്. ഇത്രയും നല്ല രീതിയിൽ പോകുന്ന ഒരു കമ്പനിയുടെ ചെയർമാൻ പിന്നെ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. താങ്കൾ ചില കാര്യങ്ങൾ പറഞ്ഞത് അതാണ് ഞാൻ പറയണത്. അതിനെ എനിക്ക് ആൻസർ ചെയ്യാൻ അല്ല, ചോദ്യം ഇതാണ്. അതായത് കമ്പനിയെ ബന്ധപ്പെട്ടൊരു റീസൺ അല്ല ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണോ താങ്കൾ സമർത്ഥിക്കുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ ഇൻകം ടാക്സിന്റെ ഇത് റെയ്ഡാണ്. റെയ്ഡല്ല, അത് സെർച്ചാണ്. റെയ്ഡ് എന്ന് പറഞ്ഞാൽ വളരെയധികം വലിയ ഒഫൻസുകൾ കണ്ടെത്തിയിട്ട് അവര് ഫോളോ ചെയ്ത് വന്നിട്ട് ചെയ്യുന്ന കാര്യമാണ്. സെർച്ച് എല്ലായിടത്തും നടക്കുന്നതാണ്. അതൊരു കാരണമായിരിക്കാം എന്ന് തോന്നാം. പക്ഷെ എന്നെ സംബന്ധിച്ചത് ആൻസർ ചെയ്യണത് ശരിയല്ല. അദ്ദേഹത്തിന് വേറെ വല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. പക്ഷെ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മറ്റു ഫാമിലിപരമായിട്ടും ഒന്നും യാതൊരുവിധ പ്രശ്നമില്ലെന്ന്. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്ന ആളായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ ഫാമിലിനെ അദ്ദേഹത്തിന്റെ വൈഫിനെ ഒരു ദിവസം 6 പ്രാവശ്യം വിളിച്ചിരിക്കും. മക്കളെയും അതുപോലെ തന്നെ വിളിച്ചിരിക്കും. അങ്ങനെ വളരെ നല്ലൊരു ഫാമിലി മാൻ ആയിരുന്നു. ഞാൻ തന്നെ പലപ്പോഴും അസൂയപ്പെട്ടിട്ടുള്ളത് കാണും. ഞാനൊക്കെ ഒരു ദിവസം വിളിച്ചു. പക്ഷെ അതൊക്കെ അങ്ങനെയുള്ളൊരു നല്ലൊരു ഫാമിലി മാൻ ആയിരുന്നു. ഒരു കാര്യമുണ്ട്, താങ്കൾ പറഞ്ഞു കേരളത്തിലെ ബിസിനസ്സും ബംഗളൂരിലെ ബിസിനസ്സും രണ്ടായിട്ടാണ് നടക്കുന്നതെന്ന്. അപ്പോൾ താങ്കൾക്ക് ബംഗളൂരുവിൽ ആ ബിസിനസ്സിന് ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ? എവിടെ? ബംഗളൂരുവിലെ? തീർച്ചയായിട്ടും ഇല്ലല്ലോ. തീർച്ചയായിട്ടും ഇല്ല. ഞാൻ പറഞ്ഞു ജോയി സാറെ നോക്കിയിരുന്നു പറഞ്ഞിരുന്നു. അപ്പോൾ താങ്കൾക്ക് അതിനെ കുറിച്ച് കൃത്യമായി ഇങ്ങോട്ട് ഔട്ട്ഫ്ലോ ഇല്ല, ഇങ്ങോട്ട് ഇൻഫ്ലോ ചെയ്യാൻ വരാനുള്ള. അവിടെ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ തന്നെ എനിക്ക് തോന്നുന്നു 25 കോടി രൂപയോളം വരാനുണ്ട്. പക്ഷെ ഡെത്ത് സർട്ടിഫിക്കറ്റും ഇതൊക്കെ കൊണ്ടേ കൊടുത്താൽ മാത്രമേ നമ്മൾക്ക് അവിടെ നിന്നുള്ള ഫണ്ട് വരുള്ളൂ അവരുടെ നിന്ന്. അല്ലാതെ അവിടെ നോ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ, ഒരു പ്രശ്നങ്ങളുമില്ല. ബാലൻസ് ഷീറ്റ് രണ്ടും ഒന്ന് തന്നെയാണ്. ഞാൻ പറഞ്ഞു ബാലൻസ് ഷീറ്റ് രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ ഈ ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. സാർ ഇപ്പം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ റോയ് സാറിന് IT ഡിപ്പാർട്ട്മെന്റുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ആയിരുന്നോ ഉണ്ടായിരുന്നത്? അതായത് December 16, 2025 റോയ് സാർ ഹൈക്കോർട്ടിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. അതായത് IT നടപടികൾ പിൻവലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അദ്ദേഹത്തെ റെപ്രസെന്റ് ചെയ്തിരുന്ന അഡ്വക്കേറ്റ് മഹേഷ് ചൌധരിയാണ്. അതിനുശേഷം December 18 ആ പെറ്റീഷൻ വിഡ്രോ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പം താങ്കൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ IT ഡിപ്പാർട്ട്മെന്റിനും കോൺഫിഡന്റ് ഗ്രൂപ്പുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇങ്ങനൊരു പെറ്റീഷന്റെ റീസൺ എന്താണ്? താങ്കൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമോ? അതില് ഞാനാണ് അതിന്റെ മുഖ്യ ഫ്രണ്ടിൽ നിന്നിരുന്നത്. അത് നമ്മളുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പറഞ്ഞനുസരിച്ച് ഞങ്ങളുടെ അഡ്വക്കേറ്റ്, ഞങ്ങളുടെ ഡയറക്ടറായിരുന്നു പുള്ളി 10-15 വർഷത്തേക്ക്. പുള്ളി പറഞ്ഞു ചെയർമാനെ കൊച്ചിയിലേക്ക് വരാനാ അവർ പറഞ്ഞു. ഞാനിവിടെ ജീവനുണ്ടെങ്കിൽ ജീവനായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ ചെയർമാനെ അങ്ങോട്ട് വിടൂല്ല എന്ന്. അതിന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു റിട്ട് ഫയൽ ചെയ്തു. കാരണം അതിന്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇൻകം ടാക്സിന്റെ ഈ നോട്ടീസുകളിലും അതിന്റെ കാരണം രജിസ്റ്റേർഡ് ഫ്രം എല്ലാം ബാംഗ്ലൂരാണ്. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ലീഗൽ ഇഷ്യൂസ്, അതൊന്നും കാര്യമൊന്നുമില്ല. അപ്പോ ഇത് റിട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞപ്പോ നമ്മൾ ഈ ഇൻകം ടാക്സിന്റെ ഇതെല്ലാം കൊണ്ടും എല്ലാ പ്രവർത്തനങ്ങളും കൊണ്ടും വളരെ മാനസികമായിട്ട് കുറച്ച് ഉണ്ടാവുമല്ലോ എല്ലായിടത്തും. അപ്പൊ അങ്ങനെയുണ്ടപ്പോൾ നമുക്ക് അതൊരു ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനുശേഷം അന്ന് രാത്രി എനിക്ക് തോന്നി ഇത് കറക്റ്റ് കാര്യമല്ലേ ചെയ്തതെന്ന്. കാരണം ഒരു ഡിപ്പാർട്ട്മെന്റുമായിട്ടും
ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, ഏത് ഡിപ്പാർട്ട്മെന്റിനായിട്ടും നമ്മളൊരു ബിസിനസ് കമ്പനികൾ ഫൈറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ അത് നമ്മൾക്ക് ഒരിക്കലും ശാശ്വതമല്ല. ഗവൺമെന്റിനെ സംബന്ധിച്ച് ലക്ഷക്കണക്കിന് മിഷണറീസാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് അതിന് യാതൊരുവിധ കാര്യമില്ലെന്ന് പറഞ്ഞു ഞാൻ തന്നെ ബലമായിട്ട് പറഞ്ഞത് വിഡ്രോ ചെയ്യുകയും ചെയ്തത്. ഞാൻ പറഞ്ഞു ഇവരായിട്ടൊന്നും ഫൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അവരവരുടെ കാര്യത്തിലുണ്ടാകും, നമ്മൾക്ക് എന്താ പ്രശ്നം, ഒന്ന് കൊച്ചി വരെ പോകണമെന്നുള്ളതല്ലോ, എന്താ പ്രശ്നം, ഒരു പ്രശ്നമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായതാണ്. അത് ഇങ്ങനെ തന്നെ ഞാൻ ചെയ്തത്. പിറ്റേ ദിവസം 17-ാം തീയതി ഈ കാലത്ത് അത് വിഡ്രോ ചെയ്ത് ഫയൽ ചെയ്ത് വൈകുന്നേരം വിഡ്രോ ചെയ്യാനുള്ള പ്രോസസ്സ് കൊടുത്ത് 18-ാം തീയതി വിഡ്രോ ചെയ്തു. അതാണ് സത്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.